രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി. ലോകത്തെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കുടുംബ വീട് എന്ന് വിശേഷണമുള്ള ആന്റിലിയ എന്ന വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ സൗത്ത് മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വസതിയിൽ 27 നിലകളാണുള്ളത്. ഇതിൽ 27ാം നിലയിലാണ് കുടുംബം താമസിക്കുന്നത്. 15,000 കോടി രൂപയാണ് വീടിന്റെ പ്രതീക്ഷിത മൂല്യം. 15ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയതാണ് മുകേഷ് അംബാനിയുടെ സ്വകാര്യ വസതിയായ ആന്റിലിയ. ഒരു സ്പാനിഷ് ദ്വീപിന്റെ പേരാണ് ആന്റിലിയ എന്നത്. 173 മീറ്റർ ഉയരത്തിൽ 27 നിലകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഉയരത്തിൽ ഇവ 60 നിലകൾക്ക് തുല്യമാണ്. ഒരു ഹെൽത്ത് സ്പാ, ഒന്നിലധികം നീന്തൽക്കുളങ്ങൾ, 50 പേർക്കിരിക്കാവുന്ന തിയേറ്റർ, ഡാൻസ് സ്റ്റുഡിയോ, ബോൾറൂം, 3 ഹെലിപാഡുകൾ, 4 നിലകളിലായി വ്യാപിപ്പിച്ചു കിടക്കുന്ന ഹാങ്ങിംഗ് പൂന്തോട്ടം, 6 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന കാർ പാർക്കിംഗ് എന്നിവ ഇവിടെയുണ്ട്. 12,000 മുതൽ 15,000 കോടി രൂപ വരെയാണ് ഈ വീടിന്റെ ചിലവ് കണക്കാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വീടുകളിൽ ഒന്നാണ് ആന്റിലിയ. അതേസമയം അംബാനി കുടുംബം ഈ വീടിന്റെ ഏതു നിലയിലാണ് താമസിക്കുന്നത് എന്നറിയാമോ? പലർക്കും അറിയാൻ സാധ്യതയില്ല. ആന്റിലിയയുടെ 26ാം നിലയിലാണ് അംബാനി കുടുംബം താമസിക്കുന്നത്. 27 എന്ന വാദവും ഉയരുന്നുണ്ട്. മുകേഷ് അംബാനിയെ കൂടാതെ നിത അംബാനി, ആകാശ് അംബാനി, ശ്ലോക മേത്ത, ഇവരുടെ മക്കളായ പൃഥ്വി ആകാശ് അംബാനി, വേദ ആകാശ് അംബാനി എന്നിവരും 26ാം നിലയിലാണ് താമസിക്കുന്നത്. ആനന്ദ് അംബാനിയും 26ാം നിലയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഓരോ മുറിയിലും സ്വാഭാവികമായ വെളിച്ചവും വെന്റിലേഷനും വേണമെന്നുള്ളത് കൊണ്ടാണ് നിത അംബാനി 26ാം നിലയിൽ താമസിക്കാൻ തീരുമാനിച്ചത്. വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ 26ാം നിലയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അവസാന നിലയുടെ വിവിധ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് നിത അംബാനി ഇവിടെ താമസിക്കാൻ തിരഞ്ഞെടുത്തത്. ആവശ്യത്തിന് സ്വാഭാവിക സൂര്യപ്രകാശമാണ് ഈ നിലയുടെ പ്രധാന സവിശേഷത. വലിയ വെന്റിലേഷൻ സംവിധാനവും കൂടെ ചേരുമ്പോൾ സൗകര്യപ്രദമായ ലിവിംഗ് ഏരിയ ഇവിടെ ലഭിക്കുന്നു. ഈ നിലയിലേക്ക് വളരെ പരിമിതമായ പ്രവേശനമേ മറ്റുള്ളവർക്കുള്ളൂ. എളുപ്പത്തിൽ ആളുകൾക്ക് കണ്ണിൽ പെടുന്നില്ല എന്നതാണ് 27ാം നില കുടുംബത്തിന്റെ പ്രിയ ചോയ്സ് ആകുന്നത്. 2 വർഷമെടുത്താണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2008ലാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2010ലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. റിക്ടർ സ്കെയിലിൽ 8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വന്നാൽ പോലും അതിനെ അതിജീവിക്കാൻ ആന്റിലിയയ്ക്ക് സാധിക്കും. മൊത്തം ഈ വീട്ടിൽ 600 സ്റ്റാഫുകളാണുള്ളത്. ഇവരാണ് ഈ വീട് നോക്കി നടത്തുന്നത്. മുംബൈയിലെ ശരാശരി 7,000 വീടുകൾക്ക് ആവശ്യമായി വരുന്ന വൈദ്യുതിയാണ് ആന്റിലിയയ്ക്ക് ആവശ്യമായി വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2010 അംബാനി കുടുംബം ആന്റിലിയയിലേക്ക് താമസം മാറിയതിനു ശേഷമുള്ള ആദ്യ മാസത്തെ വൈദ്യുതി ഉപയോഗം ഏകദേശം 6,67,240 യൂണിറ്റ് ആയിരുന്നു. അതായത് ഏകദേശം 70 ലക്ഷം രൂപയായിരുന്നു ആ മാസത്തെ കറണ്ട് ബില്ല്. 168 കാറുകൾക്കുള്ള പാർക്കിംഗ്, സ്പാ, ഹെൽത്ത് കെയർ സെന്റർ, ഒരു ക്ഷേത്രം, ഒരു ടെറസ് ഗാർഡൻ, വലിയ എലവേറ്ററുകൾ, ഒരു തിയേറ്റർ, സ്വിമ്മിംഗ് പൂൾ, 3 ഹെലിപാഡുകൾ തുടങ്ങി നിരവധി ആഡംബര സൗകര്യങ്ങളുള്ള മുംബൈയിലെ 27 നിലകളുള്ള ഈ കെട്ടിടമാണ് ആന്റിലിയ. 47 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. ഒരു വലിയ ബോൾ റൂം, ഹെൽത്ത് സ്പാ, നിരവധി സ്വിമ്മിംഗ് പൂളുകൾ, സ്നോ റൂം, 3 ഹെലിപാഡുകൾ, 9 ഹൈസ്പീഡ് ലിഫ്റ്റുകൾ, ബഹുനില പാർക്കിംഗ് എന്നിവയും ഈ വസതിയിലുണ്ട്. പോർച്ചുഗീസുകാർ കണ്ടെത്തിയെന്നും പിന്നീട് കാണാതായെന്നും പറയപ്പെടുന്ന മാന്ത്രിക ദ്വീപിൽ നിന്നാണ് ആന്റില എന്ന വാക്ക് കടമെടുത്തത്. സൂര്യനിൽ നിന്നും താമരയിൽ നിന്നുമാണ് വീടിനുള്ള തീമിന് പ്രചോദനം ഉൾക്കൊണ്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.